ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ മാഗി ഉണ്ടാക്കുകയാണ്. ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഇപ്പിയാണ് കേട്ടോ ഗൈസ്. ഇപ്പി വീട്ടിൽ ആരുമില്ല, നമ്മളാ മാമ മരിച്ചു പോയി. അപ്പം വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ട് പോയേക്കുവാണ് ഗൈസ്. അപ്പം ഞാൻ ഇന്ന് രാത്രി ഒറ്റയ്ക്കേ ഉള്ളൂ, വീട്ടിൽ ഒന്നുമില്ല കഴിക്കാൻ. എല്ലാ പാത്രവും ഞാൻ തന്നെ കഴുകി വെച്ചു ഗൈസ്. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഉണ്ടാക്കിയിട്ട് വേണം ബൂം. ആ ഗൈസ്, ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചീനിച്ചടി ചൂടാവാൻ വെക്കുക ഗൈസ്. എന്നിട്ട് ശകലം എണ്ണ ആദ്യമേ ഇടണം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനം എല്ലാം അതിനകത്തോട് തട്ടണം. ഞാൻ തോനെ ഉണ്ടാക്കി കേട്ടോ, അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഉണ്ടാകും. ഇതങ്ങോട്ട് തട്ടിയിടുക. ഓക്കെ, എന്നിട്ട് ഇത് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ മാഗി വെക്കും. ഓക്കെ, ഇത് വെന്തിട്ട് കാണാം ഇനി. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം ജസ്റ്റ് ഒന്ന് നല്ലോണം ചൂടാകുമ്പോഴേക്ക് നമ്മൾ വീണ്ടും ഇതിലേക്ക് മാഗി ഇട്ട് കൊടുക്കണം കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി മാഗി ഇട്ടിട്ട് കാണാം. ഗൈസ്, ആയിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു നമ്മൾ കേട്ടോ. ഞാൻ തോനെ ഇതിട്ടോണ്ട, ചെറിയത് വല്ലതും അരിഞ്ഞിടുകയാണെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട കേട്ടോ, അല്ലെങ്കിൽ 2 ഗ്ലാസ് വേണം. അപ്പോൾ ഇത് മാഗി ഇട്ടിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 എണ്ണം എടുത്തു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നാലും വയറ് വെച്ചേക്കും എനിക്ക് രാത്രി കേട്ടോ. നമ്മൾ പൊടിച്ച് ഇതിനകത്ത് വെക്കുവാണ് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട്. ഇനി ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടാൻ പോവാണ് ഗൈസ്. ഒരു ശകലം ഒന്ന് വഴണ്ടി വരുമ്പം നമുക്ക് മസാല ഇടാം ഗൈസ്. 3 മസാല ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഇളക്കണം, എന്നിട്ട് വേണം സെക്കൻഡ് ഇടാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി ഇളക്കി കഴിഞ്ഞിട്ട് വേണം കേട്ടോ. പിടിച്ചോണ്ട് ഇളക്കണം, ഇല്ലെങ്കിൽ പോകും ഗൈസ്. അപ്പം നമ്മളെ ടേസ്റ്റി മാഗി റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല മണമുണ്ട് ഗൈസ്. 3 എണ്ണം ഇട്ട് പിന്നെ ഒരു ശകലം എണ്ണ ഇച്ചിരി കൂടുതൽ, വീണ്ടും ശകലം എണ്ണയും കൂടെ ഒഴിച്ച് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ടേസ്റ്റ് അത്യാവശ്യം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മാഗിപ്പൊടി 3 എണ്ണം ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഇട്ടോ കുഴപ്പമില്ല. അതുകൊണ്ട് കളർ നിങ്ങൾ കാണാമല്ലേ. ഇനി തിന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. നിങ്ങളിങ്ങനെ മാഗി ഉണ്ടാക്കിയേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടും. ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. മാഗി ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അയ്യോ, സൂമോട്ടായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് കേട്ടോ, ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.